മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് KP സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഫേസ്ബുക്കിൽ എന്തെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ മുഴുവനും അയാളുടെ അധപ്പതിച്ച സംസ്കാരത്തിൻ്റെ നിലവാരത്തിലുള്ള തനി തറ വാക്കുകൾ ഉപയോഗിച്ച് കമൻ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഓരോ വ്യക്തിക്കും അയാൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ കൊടുത്ത സംസ്കാരമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. മാതാപിതാക്കൾ നല്ല ശരീരം മാത്രമല്ല കൊടുക്കുക, നല്ല മനസ്സും കൂടി കൊടുക്കേണ്ടിയിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടാത്ത KP സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി യൂട്യൂബിൽ കുറേയധികം വളരെ നെഗറ്റീവ്, ഇയാൾ ചത്തില്ലേ, ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി മരിച്ചില്ലേ, അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാ യൂട്യൂബ് ക്ലിപ്പിങ്ങിൻ്റെയും ചുവട്ടിൽ അയാൾ കൊടുത്തിരുന്നു. അത് മാറ്റുകയും ചെയ്തു, ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു അയാളെ. യഥാർത്ഥത്തിൽ എനിക്കിഷ്ടമില്ലാത്തത് നിങ്ങൾക്കിഷ്ടമില്ലാത്തത് ആരെങ്കിലും പറഞ്ഞാൽ എതിർക്കാനും അതിലെ കണ്ടന്റുകൾ മനസ്സിലാക്കി നല്ലതാണെങ്കിൽ എടുക്കാനും, യോജിപ്പില്ലെങ്കിൽ എതിർക്കാനും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എതിർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ വാക്കുകൾ അവനവന് ജന്മം നൽകിയ ആ കുടുംബത്തിൻ്റെ സംസ്കാരത്തെ പ്രകടിപ്പിക്കുന്ന വിധത്തിൽ തനി തറയായിട്ട് പറയുമ്പോൾ അത് വായിക്കുന്ന വ്യക്തികൾ ഏത് നിലവാരത്തിൽ നിൽക്കുന്നു, അവർക്ക് ഈ യൂട്യൂബിലെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കാര്യത്തോട് ഏത് തരത്തിലുള്ള വീക്ഷണമാണോ ഉള്ളത്, ആ വീക്ഷണം വെച്ച് പുലർത്തുന്നവർ ഇത്രയും തറയായിട്ടുള്ള പച്ച തെറി വരെയും എഴുതി വെക്കുന്ന വ്യക്തികളെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നുണ്ടല്ലോ. ആരെങ്കിലും ഒരാൾക്കെതിരെ ഇത്രയും മോശമായിട്ടുള്ള ഭാഷാപ്രയോഗമൊക്കെ നടത്തുമ്പോൾ അത് കേട്ട് ധന്യമായി ഈ വിഷയമൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ മനസ്സിനകത്ത് തിന്മകളുടെ വികാരമുണ്ടാവുമെന്ന് തോന്നുന്നത് അവനവന്റെ അല്പത്വം. ഈ KP സുരേഷ് എന്ന് പറയുന്ന വ്യക്തി ഏത് മതത്തിൽപ്പെട്ട ആളാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണെന്ന് അറിഞ്ഞുകൂടാ. ഒരു കാര്യം ഉറപ്പാണ്, സാധാരണഗതിയിൽ ഇത്രയും മോശമായിട്ടുള്ള വാക്കുകളും വീക്ഷണവും വെച്ച് പുലർത്തുന്ന വ്യക്തി നല്ല രീതിയിൽ വെള്ളമിറങ്ങി ഈ ലോകത്തോട് യാത്ര പറയും എന്ന് തോന്നുന്നില്ല. കാരണം ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും നമ്മുടെ പൈതൃകത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾ, അവരേത് ലെവലിലുള്ളവരാവട്ടെ, അവരുടെ ഒരു വരിയും എടുക്കണമെന്നൊരു നിർബന്ധമില്ല, അഭിനന്ദിക്കണമെന്ന നിർബന്ധമില്ല, അവരെ ആദരിക്കണമെന്നോ അവരെ ഫോളോ ചെയ്യണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ഇത്രയും ലോവസ്റ്റ് ലെവലിൽ ഇത്രയും നികൃഷ്ടവും നീചവുമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അതിൽ നിന്ന് അയാൾക്ക് വല്ല ആസുരിക രാക്ഷസീയ സ്വഭാവമുള്ള അങ്ങനെ ഒരു ജന്മം നേടിയ KP സുരേഷ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ആനന്ദം കിട്ടുമെങ്കിൽ കിട്ടട്ടെ. പണ്ട് ശ്രീരാമനെ വിശ്വാമിത്രൻ യാഗസംരക്ഷണത്തിനായി കൊണ്ടുപോകുമ്പോൾ ശ്രീരാമൻ വിശ്വാമിത്രനോട് ചോദിക്കുന്നുണ്ട്, ഈ യാഗവും യജ്ഞവും എല്ലാം ചെയ്യുന്നതിന് നിങ്ങൾ രാക്ഷസന്മാരോട് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, രാക്ഷസന്മാരുടെ സഹായം ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ അവരിതെല്ലാം നശിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, അത്രേ, അതവരുടെ ജന്മസ്വഭാവമാണ്. അവരെ രാക്ഷസന്മാരെന്ന് വിളിക്കുന്നത് അവര് രാക്ഷസീയ സ്വഭാവമുള്ള ആസുരിക സ്വഭാവമുള്ള മനുഷ്യരായതുകൊണ്ട് മാത്രമാണ് അവരെ രാക്ഷസന്മാരെന്ന് വിളിക്കുന്നത്. അവർ മനുഷ്യർ തന്നെയാണ്. KP സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയും ഈ കാറ്റഗറിയിൽ തന്നെ പെടാനാണ് സാധ്യത. പക്ഷേ തിന്മകൾ ചെയ്യുകയും യജ്ഞങ്ങളൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഹരം കണ്ടെത്തുന്നത് കൊണ്ടാണ് ആ നശീകരണ പ്രവൃത്തിക്ക് തടയിടാനാണ് രാമ നിന്നെയും ലക്ഷ്മണനെയും ബല അതിബല എന്ന മന്ത്രം പഠിപ്പിച്ച് കൊണ്ടുപോകുന്നത് എന്ന് രാമനോട് പറഞ്ഞു. അപ്പോഴാണ് രാമനത് മനസ്സിലായത്. ഈ KP സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയോടും പറയാൻ ഇത്രയേ ഉള്ളൂ, ഈ ആസുരീക സ്വഭാവവും തിന്മകൾ മാത്രം പറയുകയും എഴുതുകയും ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ആഹ്ലാദം കണ്ടെത്തുന്നു എങ്കിൽ ഗോപാലകൃഷ്ണനെ പോലെയുള്ളവരോ പറയുന്നത് അത് ഒരിക്കലും ചില വ്യക്തികളുടെ അസഹിഷ്ണുതയുടെ പരമകാഷ്ഠയിലെത്തിയ കമന്റുകൾ കേട്ടോ വായിച്ചോ തളരുന്നവരാവില്ല.
വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ധീരന്മാർ ഒരിക്കലേ മരിക്കുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും സാധിക്കുമെങ്കിൽ കാലാപാനി എന്ന് പറയുന്ന ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ഭാരതത്തിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നൊരൊറ്റ കാരണത്താൽ വലിയ വലിയ കപ്പലുകളില് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ അവിടെ കൊണ്ടുപോയി അവിടെ ശരിക്ക് കഴുമരത്തിൽ കയറ്റി കൊന്ന കഴുമരവും കയറും അതെല്ലാം അവിടെ ഇപ്പോഴും ഉണ്ട്. അവര് ചെയ്ത ഒരേ ഒരു തെറ്റ് ഇംഗ്ലീഷുകാരുടെ ദൃഷ്ടിയിൽ ഭാരതം എന്ന രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ജീവിതത്തിന്റെ അവസാനം മാനസിക രോഗം വരത്തക്ക വിധത്തിൽ പീഡനം അനുഭവിച്ചിട്ടും അവര് ആ രാഷ്ട്രത്തിന് വേണ്ടി തന്നെ ഭാരത് മാതാ കി ജയ് വിളിച്ചു. ഈ ധർമ്മത്തിന് വേണ്ടി അവർ നിലനിന്നു. അവര് മരിച്ചു. ഗോപാലകൃഷ്ണൻ മരിക്കും, കെ പി സുരേഷ് മരിക്കും, ഉറപ്പാണ്. പക്ഷെ ഒന്നുണ്ട്, നിങ്ങളെ പോലെയുള്ളവർ പറയുന്ന വാക്കുകൾ അത് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും നിങ്ങളുടെ മാതാപിതാക്കളുടെയും തനി തറ നിലവാരത്തെ പുലർത്തുന്നു എന്ന് കൂടി കെ പി സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയോടും അതേപോലെ ചില മുസ്ലിം യുവാക്കൾ വളരെ നികൃഷ്ടമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു. ഏതായാലും അത് പ്രവാചകൻ പറഞ്ഞതാവാൻ സാധ്യതയില്ല. അത് ഒരു കാരണവശാലും ഖുറാനിലുള്ളതാവാനും സാധ്യതയില്ല. അതും ഇതേപോലെയുള്ള വ്യക്തികൾക്ക് അവനവന് ജന്മം നൽകിയ ബാപ്പയും ഉമ്മയും കൊടുത്തതാവാനേ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ നിർദോഷികളായ അവര് പോലും അറിയാതെ വികാരത്തിന്റെ പുറത്ത് ജീവിക്കുന്ന ഇവന് മറ്റാരോ കൊടുത്തതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതൊന്നും ലോകത്തിലെ ആരെയെങ്കിലുമൊക്കെ തളർത്തുമെന്ന് വിചാരിക്കല്ലേ. ഇന്ത്യൻ പട്ടാളക്കാര് പാകിസ്ഥാൻ പട്ടാളക്കാരോട് യുദ്ധം ചെയ്യുമ്പോൾ ഏത് നിമിഷവും മരണമൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അവര് യുദ്ധം ചെയ്യുന്നത്. അത് പാകിസ്ഥാനിലെ പട്ടാളക്കാരുടെ കയ്യിൽപ്പെട്ടാൽ ശരീരം വികൃതമാക്കി തലവരെ അറുത്ത് കളയുമെന്ന് കൂടി പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. ഏത് വ്യക്തി ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും ലോകത്തിലെ മറ്റേത് ധർമ്മത്തിൽ പ്രവർത്തിച്ചവരും അനുഭവിക്കേണ്ടി വന്നതിനേക്കാൾ കൂടുതൽ ദുഃഖം സ്വന്തം രാഷ്ട്രത്തില് വിദേശാടിമത്വത്തിലും സ്വദേശ ഭരണത്തിലും അനുഭവിച്ച വ്യക്തികൾ ധാരാളം ഇവിടെ ഉള്ളവരാണ്. അതുകൊണ്ട് പച്ച തെറിയോ പുളിച്ച വാക്കുകളോ പറയുന്ന സംസ്കാരം പ്രദർശിപ്പിച്ചതുകൊണ്ട് ആരെങ്കിലുമൊക്കെ അവനവന്റെ കർമ്മത്തിന്റെ മണ്ഡലം മാറ്റുമെന്നും ഇതുപോലെയുള്ളത് പറയാതിരിക്കുമെന്നും കെ പി സുരേഷിനെ പോലെയുള്ള വിഭാഗത്തിൽപ്പെട്ടവർ വിചാരിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നു. അഭ്യർത്ഥിക്കുകയല്ല, അത് നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്ത് ചൂണ്ടിക്കാണിക്കുന്നു. പ്രണാമം, നമസ്കാരം.